മക്കളെ, എല്ലാവർക്കും ഗ്രീൻ ചില്ലീസ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പരിപ്പ് കറിക്ക് രുചി ഏറെയാണ്. ചോറിനോടൊപ്പം മാത്രമല്ല, ഇഡ്ഡലി, ദോശ, പുട്ട്, ചപ്പാത്തി പോലുള്ള എല്ലാ പലഹാരങ്ങൾക്കും ഇത് അടിപൊളിയാണ്. തേങ്ങയോ പുളിയോ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ രുചിയിൽ ഈ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 100 പരിപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ വേണ്ടത് 5-6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയുമാണ്. മക്കളെ, ഗ്രീൻ ചില്ലീസ് ഫുഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഇതുപോലുള്ള വളരെ ഈസി ആയിട്ടുള്ളതും രുചികരമായതുമായ ഭക്ഷണങ്ങൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. വീട്ടമ്മമാർക്കും കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്കും ഉപകരിക്കുന്ന വീഡിയോസാണ്. ചാനലിൽ കയറി കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി ഇതിലേക്ക് വേണ്ടത് 4-5 പച്ചമുളകും കറിവേപ്പിലയുമാണ്. നമ്മൾ ഇതിൽ പുളി ചേർക്കാത്തത് കൊണ്ട് തക്കാളി കൂടുതൽ എടുക്കണം. നന്നായി പഴുത്ത 4 തക്കാളി അറുത്ത് വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് 3 വറ്റൽ മുളകാണ്, കഴുകി എടുക്കുക. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്, അരിഞ്ഞു വയ്ക്കുക. ഇനി ചട്ടിയിലേക്ക് കഴുകി വച്ച പരിപ്പിടാം. തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കുക. ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ പരിപ്പ് വേഗം വെന്ത് കിട്ടും. ഇതിനെ അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. കുക്കറിലാണെങ്കിൽ 4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. വെന്ത ശേഷം നല്ലോണം ഒന്ന് കടഞ്ഞെടുക്കുക. താളിക്കുന്നതിന് വേണ്ടി എണ്ണ
ഒഴിച്ച് കടുക്, ജീരകം എന്നിവ ഇട്ട് കൊടുക്കുക. ഇവ പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില ഇവയെല്ലാം ഇട്ട് താളിച്ചെടുക്കുക. ഇതിനെ പരിപ്പ് കറിയിലേക്ക് ഒഴിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.